أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. 13-ാമത്തെ ജുസ് സൂറത്ത് യൂസുഫിൻ്റെ പകുതി ഭാഗം 13-ാമത്തെ ജുസിലാണുള്ളത്. അതിൽ ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞത് ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ അത് തെളിയിക്കപ്പെട്ടതാണെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടതായി വന്നു. ആ സമയത്ത് അദ്ദേഹം ജയിൽ മോചിതനാകാൻ ഈ സ്വപ്നവ്യാഖ്യാനം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഞാൻ ഒരിക്കലും ജയിലിൽ നിന്ന് വെളിയിലേക്ക് വരില്ല എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെ അസീസിൻ്റെ ഭാര്യ സലീഖ അവരുടെ കുറ്റം സമ്മതിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് സ്ത്രീകൾ, നമ്മൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ചരിത്രം വളരെ ചുരുക്കിയ രീതിയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പം അതിൽ ഒരു വിഷയം നമ്മൾ പറഞ്ഞിരുന്നില്ല. കുറച്ച് സ്ത്രീകൾ, അതായത് ഈ സ്ത്രീകൾ അസീസിൻ്റെ ഭാര്യയെ ആക്ഷേപിക്കുന്നുണ്ട്. ഒരു കൊട്ടാരത്തിലെ ഒരു പയ്യൻ അല്ലെങ്കിൽ കൊട്ടാരത്തിലെ ഒരു അടിമ, ആ അടിമയോട് ഈ മോശത്തരം കാണിക്കുന്ന രാജാവിൻ്റെ ഭാര്യയാണ്, എങ്ങനത്തെ സ്ത്രീയാണ് അവർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് എന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരെ എല്ലാവരെയും ഒരു ഭക്ഷണത്തിന് വിളിക്കുകയും അവരുടെ കയ്യിലെല്ലാം ഓരോ കത്തിയും അതുപോലെ തന്നെ ഫലങ്ങളും കൊടുക്കുകയും ചെയ്യും. ആ സമയത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിലൂടെ കടന്നു വരുമ്പോൾ അവർ ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യം അതിൽ മതിമറന്ന് അവർ മുറിച്ചു കൊണ്ടിരുന്ന ആ പഴം മുറിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കയ്യും കൂടെ മുറിച്ചു കളയുന്നൊരവസ്ഥ ഉണ്ടായി, വിരലുകൾ മുറിക്കുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പം മുഫസ്സിരീങ്ങൾ രണ്ട് രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. കൂടുതൽ മുഫസ്സിരീങ്ങളും ഈ അത്ഭുതം കണ്ട് എന്ത് ചെയ്തു, ആ സ്ത്രീകളെല്ലാവരും തന്നെ അറിയാതെ അവരുടെ കയ്യിലിരുന്ന ഫലം മുറിച്ചപ്പോൾ അറിയാതെ വിരൽ മുറിഞ്ഞുപോയി എന്നാണ്. എന്നാൽ ചില തഫ്സീറിൽ ഇങ്ങനെ കാണാം, അവരിലെ ഒരു സ്ത്രീയുടെ കൈയാണ് അവർ ഈ ഫലം മുറിച്ചു കൊണ്ടിരുന്ന സമയത്ത്, എന്തോ അവരുടെ കയ്യിലിരുന്ന ആപ്പിളാണെങ്കിൽ ആപ്പിൾ, അത് മുറിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവരുടെ കൈ മുറിഞ്ഞു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ത്രീയുടെ കൈ മുറിഞ്ഞ് ചോര വരുന്ന കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി. അപ്പോൾ അവരെ പരിചരിക്കാൻ വേണ്ടി പോകുന്നത് കണ്ട് ബാക്കിയുള്ള സ്ത്രീകൾ അസൂയ കാരണം മനഃപൂർവ്വം അവരുടെ കൈകൾ എന്ത് ചെയ്തു, മുറിച്ചു. കാരണം അവരുടെ അടുത്തേക്കും യൂസുഫ് നബി വരാൻ വേണ്ടി. എന്തായാലും ഈ സംഭവത്തിൽ നിന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിൽ സലീഖ സ്വാഭാവികമായിട്ടും പെട്ടുപോയതാണ്. കാരണം സാധാരണ ഒരു മനുഷ്യനല്ല, ഇതേതൊരു മലക്കാണ് എന്നാണ് ആ സ്ത്രീകൾ പറഞ്ഞത്. അതിനുശേഷം ആ സ്ത്രീകളും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിക്കുകയും സലീഖയ്ക്ക് വഴങ്ങിക്കൊടുക്കണമെന്ന് പറയുന്നതൊക്കെ സംഭവമുണ്ട്. എന്തായാലും ഈ സ്ത്രീകളുടെ വിഷയത്തിൽ അവരുടെ വിഷയം എന്തായി എന്നൊക്കെ ജയിലിൽ നിന്ന് മോചിക്കുന്ന സമയത്ത് യൂസുഫ് അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിരപരാധിത്വം സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മതിച്ചതിന് ശേഷമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതെങ്കിലും യൂസുഫ് അലൈഹി സ്വലാം ഈ സമയത്ത് വമാ ഉബരിഉ നഫ്സി, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതിൽ സ്വന്തം ക്രെഡിറ്റ് എടുക്കാതെ, ഞാൻ എൻ്റെ നഫ്സിനെ ഒരിക്കലും ഞാൻ വലിയ പതിവ്രതനാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നഫ്സ് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ആ വിനയം ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രകടിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ചരിത്രം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് മുഴുവനും നമുക്ക് ഗുണപാഠങ്ങളാണ്. അതും നിറയെ ഗുണപാഠങ്ങളാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞത്.
അതിലേറ്റവും വലിയ ഗുണപാഠമാണ് മനുഷ്യന് എന്തെല്ലാം മുസീബത്തുകൾ വന്നാലും ആ മുസീബത്തുകൾ അവൻ തരണം ചെയ്ത് അവസാനം അവന് ആ മുസീബത്തിൽ നിന്ന് മോചനം കിട്ടുകയും റാഹത്ത് കിട്ടുകയും ചെയ്യും. അത് ദുന്യാവിൽ വെച്ച് തന്നെ ഈ മുസീബത്തുകളിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പാഠം. മറ്റൊരു പാഠമാണ്, മനുഷ്യനിൽ നിഅമത്തുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകും. അത് ഏത് രീതിയിലുള്ള നിഅമത്താണെങ്കിലും ശരി, സൗന്ദര്യം, സമ്പത്ത്, അതുപോലെ തന്നെ അതുമായി കഴിവ്, അറിവ്, ഇതിനകത്തെല്ലാം മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകാം. അത് സ്വന്തം സഹോദരങ്ങൾക്കാണെങ്കിൽ പോലും അസൂയ ഉണ്ടാകാം. അതിനുള്ള തെളിവാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരങ്ങളുടെ സംഭവം. എന്നാൽ ഒരു മനുഷ്യന് ഇഫ്ഫത്ത്, പാതിവൃത്യം, അതുപോലെ തന്നെ അമാനത്ത്, ഇസ്തിഖാമത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യൻ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങൾ തരണം ചെയ്യാൻ എളുപ്പമാണ്. മനുഷ്യൻ എപ്പോഴും എന്തായിരിക്കണം? പാതിവൃത്യമുള്ളവനായിരിക്കും. അതുപോലെ തന്നെ ഏത് വിഷയത്തിലും വിശ്വസ്തനുമായിരിക്കും. ഇത് ആണ് മാത്രമല്ല, പുരുഷൻ മാത്രമല്ല, സ്ത്രീകളുടെ വിഷയത്തിലും ഇതാണ്. പാതിവൃത്യം മുറുകെ പിടിക്കുക എന്നത് പുരുഷനെപ്പോലെ തന്നെ സ്ത്രീയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ മറ്റൊരു ഉപദേശമാണ് ഹക്ക്. അത് എത്ര മൂടി വെച്ചാലും, എന്തെല്ലാം തെളിവുകൾ കൊണ്ടുവന്ന് ഹക്കിനെ തകർക്കാൻ നിന്നാലും ഒരിക്കലും ഹക്കിനെ മൂടി വയ്ക്കാൻ കഴിയില്ല. അതൊരു കാലം ആ ഹക്ക് വെളിപ്പെടുക തന്നെ ചെയ്യും, ബാത്തിൽ തകർന്നു പോവുക തന്നെ ചെയ്യും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാത്തിലും അദ്ദേഹം പ്രതികൂല സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരണം എല്ലാ അർത്ഥത്തിലും ആ അദ്ദേഹത്തിന് പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും ഹക്ക് വെളിവാകുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്കുള്ളത് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ. അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ ഒരു കാരണവശാലും യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളും പാടില്ല. പ്രത്യേകിച്ച് ഈ അന്യപുരുഷൻ അന്യ സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ത്രീ പുരുഷനല്ല ഉദ്ദേശം. നമുക്ക് കൂടുതൽ പരിചയമുള്ള സ്ത്രീകൾ, അത് ചിലപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്താണ്, അതല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്താണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പരിചയപ്പെടാനുള്ള സാഹചര്യവും സൗകര്യവുമുള്ള സ്ഥലങ്ങളിൽ പുരുഷനും സ്ത്രീയും, അന്യപുരുഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവൻ്റെ മഹറമല്ലാത്ത സ്ത്രീകൾ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയല്ലാത്ത മറ്റ് സ്ത്രീകൾ, മഹറമുമല്ല ഭാര്യയുമല്ല. ഇങ്ങനെയുള്ള സ്ത്രീകൾ പുരുഷനും തമ്മിൽ ഈ രീതിയിലുള്ള ബന്ധം അത് അവസാനം വലിയ പാപങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാൻ കാരണമാകും. അപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൊട്ടാരത്തിൽ നടന്നത്. അത് ചിലപ്പോൾ പുരുഷൻ്റെ ഭാഗത്തുനിന്നായിരിക്കും, കൂടുതലും പുരുഷൻ്റെ ഭാഗത്തുനിന്നായിരിക്കും ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക് സ്ത്രീകൾ പ്രേരിപ്പിക്കുന്നത്. പുരുഷൻ്റെ ഭാഗത്തുനിന്നായിരിക്കും ഇനിഷ്യേറ്റീവ് കൂടുതലുണ്ടാകുന്നത്, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇത് കുറവായിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാം. അതിനൊരു ഉദാഹരണമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. അവിടെ സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ് ഈ തെറ്റ് ഉണ്ടാകാൻ വേണ്ടി മുൻകൈയെടുത്തതൊരു സ്ത്രീയാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ആ വിഷയം ഏറ്റവും പരിപൂർണമായി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഏത് പ്രശ്നങ്ങളെ നമുക്ക് നേരിടാനും നമുക്ക് ഈമാൻ ഉണ്ട് എങ്കിൽ, ഉറച്ച ഈമാൻ ഉണ്ട് എങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തളരാതെ നമുക്ക് നേരിടാൻ കഴിയും. ഇതും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഏറ്റവും വലിയൊരു ഗുണപാഠം നമുക്ക് കിട്ടുന്നത്, ഒരു ഭാഗത്ത് മഅസിയത്തും മറ്റൊരു ഭാഗത്ത് മുസീബത്തുമാണ് എങ്കിൽ, എന്നുവെച്ചാൽ ഒരു ഭാഗത്ത് നമ്മൾ പാപം ചെയ്യേണ്ടി വരും, മറ്റൊരു ഭാഗത്ത് അത് ചെയ്തില്ല എങ്കിൽ നമുക്ക് മുസീബത്താണ്, നമുക്ക് കഷ്ടപ്പാടുകളാണ്, യാതനകളാണ്, ജീവിതം മുഴുവനും നമുക്ക് യാതന അനുഭവിക്കേണ്ടി വരും. അതാണ് മുസീബത്ത് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് മഅസിയത്ത്. ഇവിടെ ഒരു മുഅ്മിൻ, അള്ളാഹുൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ തിരഞ്ഞെടുക്കേണ്ടത് മുസീബത്തിനെയാണ്, മഅസിയത്തിനെ അല്ല എന്നുള്ളതാണ്. നോക്കിക്കേ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ മഅസിയത്തും മുസീബത്തും രണ്ടുമുണ്ട്. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുത്ത റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദൂനനി, അവരെന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും അഹബ്ബ്, ഏറ്റവും പ്രിയങ്കരമായത് ജയിലാണ്, എനിക്ക് മുസീബത്താണ് ഏറ്റവും പ്രിയങ്കരമായത്.
പക്ഷേ അവർ ക്ഷണിക്കുന്ന ആ പാപം എനിക്കെന്തല്ല, ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ മുസീബത്തും മാസിയത്തും വരുമ്പോൾ മുസീബത്തിനെ തിരഞ്ഞെടുക്കുക, മാസിയത്തിനെ ഒരു കാരണവശാലും നമ്മൾ തിരഞ്ഞെടുക്കുക. ഇതിപ്പം ഈ വിഷയത്തിൽ എല്ലാ വിഷയത്തിലുള്ളതാണ്. സാമ്പത്തിക വിഷയത്തിലാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലിശയ്ക്ക് കടമെടുക്കുന്നു, ലോൺ എടുക്കുന്നു, ഇതൊരു മാസിയത്താണ്. അതേസമയം അത് എടുത്തില്ല എങ്കിൽ കച്ചവടത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും, ബുദ്ധിമുട്ടുണ്ടാകും, ഇതൊരു മുസീബത്താണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ആ കച്ചവടത്തിൽ എന്ത് നഷ്ടം സംഭവിച്ചാലും ഞാൻ ഈ മാസിയത്ത് തിരഞ്ഞെടുക്കൂല എന്ന തീരുമാനമാണ് യഥാർത്ഥ ഒരു മുഅ്മിൻ എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. ഇത് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പിന്നെ ഏറ്റവും വലുതാണ് സബർ, ക്ഷമ എന്നത്. അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു ക്ഷമയുടെ. എത്രത്തോളം ക്ഷമിച്ചതെന്ന് വെച്ചാൽ, നിരപരാധിത്വം തെളിയിക്കപ്പെട്ട ഒരാൾ എന്നിട്ട് ശിക്ഷിക്കപ്പെടുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ആ സംഭവത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. തെളിവ് വരുന്നുണ്ട്. ഒരു വ്യക്തി, ജലീഹയുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ വസ്ത്രം അത് പിറകിൽ നിന്ന് കീറിയിട്ടുണ്ട് എങ്കിൽ ഇദ്ദേഹം തെറ്റുകാരനല്ല, മുമ്പിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എങ്കിൽ ഇദ്ദേഹം തെറ്റുകാരനാണ്. വസ്ത്രമെടുത്ത് നോക്കിയപ്പോൾ അത് പിറകിൽ നിന്നാണ് കീറിയത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാകാം ഇദ്ദേഹം തെറ്റുകാരനല്ല. കാരണം ഓടിപ്പോയ ആളെ ജലീഹ പിടിച്ചതാണ്, അങ്ങനെയാണ് പുറകിൽ നിന്ന് വസ്ത്രം കീറിയത്. ഇത് മിസ്രിലെ രാജാവിനും അറിയാമായിരുന്നു. പക്ഷേ തൻ്റെ ഭാര്യയുടെ ഈ വിഷയം നാട്ടിൽ എന്ത് ചെയ്യണ്ട, ഫ്ലാഷ് ആകണ്ട, അതുകൊണ്ട് ഈ സംഭവത്തെ അദ്ദേഹം മറച്ചു വെക്കാൻ വേണ്ടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുറേ പേർക്കൊക്കെ ഈ സംഭവങ്ങൾ അറിയാം, അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇതിനകത്ത് നിരപരാധിയാണ് യൂസുഫ് അലൈഹി സ്വലാം. തെളിവുകൾ സഹിതം അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ട് പോലും അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമ കൈക്കൊണ്ടു. പിന്നെ അതുപോലെ തന്നെ ഈ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ദഅവത്ത് അദ്ദേഹം ഉപേക്ഷിച്ചില്ല. ജയിലിൽ വന്ന് രണ്ടുപേര് സ്വപ്നവ്യാഖ്യാനം ചോദിച്ചപ്പോൾ അവരോട് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനായി അംഗീകരിക്കാനാണ് പറഞ്ഞത്, അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ദഅവത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടക്കുന്ന സമയത്ത് പോലും എന്ത് ചെയ്തില്ല, ഉപേക്ഷിച്ചില്ല. പിന്നെ ഉലമാക്കൾ പറയുന്നൊരു വിഷയമുണ്ട്, ഈ സംഭവത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസ്ത്രത്തിന് പോലും ഈ മൊത്തം യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വസ്ത്രത്തിന് പോലും ആ ഖിസ്സയിലൊരു പങ്കുണ്ട് എന്ന്. ആദ്യമായിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ കൊണ്ടുപോയിട്ട് കുഴിയിൽ ചാടിക്കും. അപ്പോഴും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസ്ത്രമാണ് കൊണ്ടുവന്ന് തെളിവായിട്ട് കാണിക്കുന്നത്. ചോരയിൽ മുക്കിയ വസ്ത്രം യാക്കൂബ് നബിക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. യൂസുഫ് നബിയെ ചെന്നായ പിടിച്ചു, താൻ്റെ വസ്ത്രത്തിൽ ചോര പുരണ്ടിരിക്കുന്നു. രണ്ടാമത് തെളിവായിട്ട് അതിനാണ് കൊണ്ടുവന്നത്. രണ്ടാമത്തെ സംഭവമാണ് വസ്ത്രം തെളിവായി നിന്നത് ജലീഹയുമായുള്ള സംഭവത്തിൽ, അവിടെയും വസ്ത്രമാണ് തെളിവായി നിന്നത്. മൂന്നാമതായി ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരനെ പിടിച്ചു വെച്ച് മൂന്നാമതായിട്ട് ആ സഹോദരങ്ങളെല്ലാവരും ഈ പറയപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വരുമ്പോൾ വസ്ത്രം കൊടുത്തുവിടും തൻ്റെ പിതാവിൻ്റെ മുഖത്തിടാൻ വേണ്ടി. അപ്പോൾ ആ മുഖത്തിടുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടും. അപ്പോൾ അതുപോലും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിന് പോലും ഈ സംഭവത്തിൽ വലിയ റോളുണ്ട് എന്ന് ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരും. ചുരുക്കത്തിൽ ഇത്രയും ഗുണപാഠമുള്ള സംഭവമായിരുന്നു ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ, ഇത് കൂടുതൽ തവണ പരിശുദ്ധ ഖുർആനിൽ ഈ സംഭവം വന്നിട്ടില്ല. മറ്റുള്ള പ്രവാചകന്മാരുടെ സംഭവം അങ്ങനെയല്ല, പലയാവർത്തി പല സൂറത്തുകളിൽ അത് വന്നിട്ടുണ്ട്. അവിടെ എല്ലാ മുശ്രിക്കീങ്ങളോട് അത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അവരോട് സംവദിക്കുന്നുണ്ട്. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം ഈ ഒരു തവണ മാത്രം വന്നു. പക്ഷേ അതെല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ള സംഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഇനി അടുത്ത സൂറത്താണ് സൂറത്തുർ റഅദ്. 43 ആയത്തുകളാണ്, 6 റുക്വ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. അതുകൊണ്ട് തന്നെ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് ഇതാണ് ഇതിൻ്റെ പ്രമേയം. ഈ വിഷയമാണ് ഇതിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ ഖുർആൻ്റെ ഹക്കാണ് എന്നുള്ള വിഷയമാണ്. വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ്. അപ്പം പരിശുദ്ധ ഖുർആൻ അത് ഹക്കാണ് എന്നുണർത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിരിക്കുന്ന അത്ഭുതങ്ങളും, അതിൽ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, രാത്രി, പകൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. സസ്യങ്ങളും ഫലങ്ങളും, പിന്നെ ആ വ്യത്യസ്ത നിറങ്ങൾ ഫലത്തിൻ്റെ, വ്യത്യസ്ത മധുരം എന്നുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ ഉണർത്തുകയാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ഇടിനാദം, നമുക്ക് മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് ഇടി മിന്നലെല്ലാം ഉണ്ട്. അറബിയിൽ ഇടിവെട്ടുന്നതിനാണ് റാഅദ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തു റാഅദ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിലേറ്റവും വലിയ വിഷയം മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള വിഷയമാണ്. കാരണം മക്ക മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു, അള്ളാഹുവാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെന്ന് സമ്മതിച്ചിരുന്നു, ആകാശഭൂമികളെല്ലാം സൃഷ്ടിച്ചെന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ പോലും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം മക്ക മുശ്രിക്കീങ്ങളും അംഗീകരിക്കാത്ത ഒന്നാണ്. നമ്മൾ മണ്ണായിപ്പോയാൽ, നമ്മുടെ എല്ലുകളെല്ലാം നുരുമ്പി നശിച്ചു പോയാൽ പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുമോ, പുനർജീവിപ്പിക്കുമോ എന്ന്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിയോഗിച്ചത് നമ്മുടെ രക്ഷയ്ക്കായി. അതുകൊണ്ട് തന്നെ മലക്കുകളെ നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. വലഹു മുഅഖിബാത്തുൻ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ ദൗത്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ശേഷം അല്ലാഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് അപകടമാണെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനം നമുക്കതിലുണ്ട് എങ്കിൽ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാകില്ല. പിന്നെ ഒരു പ്രധാന വിഷയം, ഒരു സമുദായത്തെ അള്ളാഹു അവർക്കൊരു ശിക്ഷ നൽകണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു അനുഗ്രഹം കൊടുക്കണമെങ്കിൽ ആദ്യം അവരുടെ പ്രവർത്തികൾ നന്നായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി മോശമായി പോകുന്നു എന്നതാണ് അതിൻ്റെ മാനദണ്ഡം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നമ്മളെ കാക്കാൻ മലക്കുകളുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയില്ല. മറിച്ച് അള്ളാഹു ആയത്തിൽ തന്നെ പറയുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു സമുദായത്തിൻ്റെ സാഹചര്യം, അവസ്ഥ അള്ളാഹു ഒരിക്കലും മാറ്റില്ല, അവർ സ്വയം മാറ്റാത്തിടത്തോളം കാലം. അപ്പം നമ്മളാണ് നമ്മളുടെ അവസ്ഥകൾ നന്നാക്കേണ്ടത്. നമ്മുടെ അവസ്ഥകൾ നമ്മൾ നന്നാക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് എപ്പോൾ മനുഷ്യൻ അവൻ്റെ ചെയ്തികൾ മോശമാക്കുന്നുവോ അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ വരുന്നത്. എല്ലാത്തിനും കാരണം മനുഷ്യരാണ്, അവരുടെ ചെയ്തികളാണ്. അത് നന്നായാൽ അള്ളാഹു നല്ല അവസ്ഥകൾ കൊണ്ടാക്കും, അത് മോശമാണെങ്കിൽ അള്ളാഹു മോശ അവസ്ഥകൾ കൊണ്ടുവരും. ശേഷം വയുസബ്ബിഹു റഅദു ബിഹംദിഹി, ഇടിനാദം അള്ളാഹുവിൻ്റെ തസ്ബീഹ് ചൊല്ലുന്നു. ഈ ആയത്താണ് ഈ സൂറത്തിൻ്റെ തന്നെ പേരിൽ വന്നത്, റഅദ്. അപ്പം നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാ വസ്തുക്കളും, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളും അള്ളാഹുവിൻ്റെ തസ്ബീഹ് ചെല്ലുന്നുണ്ടെങ്കിലും നമുക്ക് അവകളുടെ തസ്ബീഹ് എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ആകാശഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, അപ്പോൾ അവരെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. അപ്പം അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷത്തോടെ സുജൂദ് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് അവർ സമ്മതിക്കുന്നു, അള്ളാഹുവിൻ്റെ തീരുമാനം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. കാഫിരീങ്ങളെ സംബന്ധിച്ച് നിർബന്ധിതരായി അള്ളാഹുവിൻ്റെ തീരുമാനം എടുക്കേണ്ടി വരുന്നു. അവരും അള്ളാഹുവിൻ്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു, സാഷ്ടാംഗം ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം എല്ലാവർക്കുമുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ സജദയുടെ ആയത്തുണ്ട്, 15-ാമത്തെ ആയത്ത് സജദയുടെ ആയത്താണ്. ഈ ആയത്ത് ഓതിയതിനു ശേഷം നമ്മൾ സുജൂദ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് ഖുൽ മർ റബ്ബുസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന ആയത്ത്. അതായത് മക്കാ മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിരുന്ന കാര്യമാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അതിൻ്റെ റബ്ബ് അള്ളാഹുവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ ഈ വിഗ്രഹങ്ങളെയും
അതുപോലെ തന്നെ ഈ ദേവികളെയും ദേവന്മാരെയൊക്കെ ആരാധിച്ചിരുന്നു പോയിരുന്നു. അപ്പോൾ അങ്ങനെ അവരാരാധിക്കുന്നതിന് അവരുടെ കാരണമായിട്ട് അവർ പറഞ്ഞിരുന്നത് ചില കാര്യങ്ങൾക്ക് ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചുമതല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ, നമ്മുടെ ചില കാര്യങ്ങൾ നടത്തി തരണമെങ്കിൽ ഈ പറയപ്പെട്ട ദേവന്മാരോടും ദേവികളോടും ചോദിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നടത്തൂല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയപ്പെട്ട വിഗ്രഹങ്ങളോട് ഞങ്ങളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹു അവർക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഈ തെറ്റായ വിശ്വാസത്തെ എന്ത് ചെയ്യാണ്, തള്ളുകയാണ്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇരുളും പ്രകാശവും തുല്യമാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം അള്ളാഹു ചോദിച്ചുകൊണ്ട് അവർ അള്ളാഹുവിന് പങ്കുകാരെ വെച്ചിരിക്കുന്നു. അങ്ങനെ പങ്കുകാരികളെ വെച്ചു. അങ്ങനെ ആ പങ്കുകാരും അള്ളാഹുവും തമ്മിൽ അള്ളാഹുവും ആ പങ്കുകാരും പല കാര്യങ്ങൾ സൃഷ്ടിക്കുകയും ഇവർക്ക് ആശയക്കുഴപ്പമുണ്ടാകുകയും വല്ലതും ചെയ്തോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവരോട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പങ്കുകാരെ അള്ളാഹുവിനോടൊപ്പം ചേർത്തത് എന്നുള്ള ചോദ്യമാണ് ശേഷമുള്ള ആയത്തിലൂടെയുള്ളത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ കൊടുത്ത അനുഗ്രഹങ്ങൾ, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുകളിൽ നിന്ന് മഴ വർഷിപ്പിച്ചതും അതുപോലെ തന്നെ അരുവികൾ ഒഴുക്കിയതും, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ശേഷമുള്ള ആയത്തിലൂടെ. ശേഷം 23-ാമത്തെ ആയത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നതിന്, അള്ളാഹുവിൻ്റെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ ക്ഷമിക്കുകയാണ് എങ്കിൽ നിസ്കാരം നിലനിർത്തുകയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ അള്ളാഹു നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും തിന്മയെ നന്മ കൊണ്ട് നേരിടുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്കാണ് ആഖിറത്തിൽ വിജയമുള്ളത്, ആഖിറത്തിലെ ഭവനം അവർക്കാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമുക്കറിയാം, ക്ഷമ എന്ന് പറയുന്നത് ഒരു വലിയ ആശയമാണ്. കാരണം മനുഷ്യൻ്റെ താല്പര്യങ്ങളെ കൺട്രോൾ ചെയ്യുക. ചിലപ്പോൾ ഇബാദത്ത് ചെയ്യാനും മനുഷ്യൻ ക്ഷമിക്കേണ്ടി വരും. മനസ്സ് പറയുന്നു ഇപ്പോൾ നമസ്കരിക്കേണ്ട, മനസ്സ് പറയുന്നു ഇപ്പോൾ ഖുർആൻ ഓതണ്ട. അപ്പോൾ ആ മനസ്സിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് ഇപ്പോൾ നമസ്കരിക്കുക. ഇവിടെയും നമുക്ക് ക്ഷമ വേണം. ഇതുപോലെ തന്നെ തെറ്റിൽ നിന്ന് മനുഷ്യൻ അകന്നു നിൽക്കാനും അവന് ക്ഷമ വേണം. മനസ്സ് ചിലപ്പോൾ ആഗ്രഹിക്കും ഈ തെറ്റ് ചെയ്തേക്കാമെന്ന്. അപ്പോൾ മനസ്സിനെ ആഗ്രഹിക്കും ആ ഹറാമ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ഹറാമ് നമുക്ക് കാണാം, അല്ലെങ്കിൽ ആ ഹറാമ് നമുക്ക് കേൾക്കാം. ഇതെപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നഫ്സിനെ കൺട്രോൾ ചെയ്ത് ആ ഹറാമിൽ നിന്ന് മനുഷ്യനെ മാറ്റണമെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്ഷമ വേണം. അതുകൊണ്ട് ക്ഷമ എന്നത് ഏറ്റവും വലിയ ആശയമുള്ള ഒരു വിഷയമാണ് ക്ഷമ. അത് കൈക്കൊള്ളുക എന്നത് ഒരു മുഅ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാണ്. അത് കൈക്കൊള്ളാൻ കഴിയാത്തവർ പെട്ടെന്ന് തിന്മയിലേക്കും അതുപോലെ തന്നെ ഇബാദത്തുകളിൽ നിന്നെല്ലാം വഴുതിപ്പോകാനുള്ള കാരണമായി തീരും. അതുപോലെ തന്നെ ഇതിൻ്റെ 26-ാമത്തെ ആയത്തിലൊരു വിഷയമുള്ളത്, ഈ മുഅ്മിനീങ്ങൾ തന്നെ ഈ കാഫിരീങ്ങൾക്കുള്ള അവരുടെ ജീവിതത്തിലുള്ള വിശാലത, സമ്പത്തിലുള്ള വിശാലതയൊക്കെ കാണുമ്പോൾ ഇവർ അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ല, എന്നിട്ടും ഇവർക്ക് റിസ്കിലൊക്കെ എത്ര വിശാലതയുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ കടന്നുകൂടിയതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ്, റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് ഒരാളുടെ വിജയത്തിനോ പരാജയത്തിനോ മാനദണ്ഡമല്ല. അള്ളാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അവൻ ഉദ്ദേശിക്കുന്ന ആർക്കും അവർക്ക് വിശാലത കൊടുക്കും, ചിലർക്ക് ഇടുക്കവും നൽകും. അപ്പോൾ അത് കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഐഹിക ജീവിതത്തിൽ അതിനകത്ത് തൃപ്തിപ്പെട്ടങ്ങ് പോകും. പക്ഷേ ആഖിറത്തിൽ അവർക്ക് യാതൊരു ഓഹരിയും ഉണ്ടാവില്ല. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് വിശാലമാണെങ്കിലും അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ആഖിറത്തിലും അവനതിന് ഓഹരി ഉണ്ടാകും. ഇനി റിസ്ക് ഇടുക്കമാണെങ്കിലും ക്ഷമ കൈക്കൊണ്ട് അവന് നാളെ ആഖിറത്തിൽ അവൻ എന്തുണ്ടാകും, വിജയമുണ്ടാകും എന്നുള്ള വിഷയമാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. അതുപോലെ തന്നെ കാഫിരീങ്ങൾ ഒരുപാട് മുഅ്ജിസാത്തുകൾ ചോദിച്ചുകൊണ്ട്, അതായത് അതിലൊന്നാണ് പർവ്വതങ്ങളെ അവിടെ നിന്നെടുത്ത് മാറ്റാനും അതുപോലെ തന്നെ ഭൂമി പിളർത്താനും അതുപോലെ തന്നെ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളൊക്കെ വന്ന് ഞങ്ങളോട് സംസാരിക്കാനും ഒക്കെ എന്ത് ചെയ്യണം, ചെയ്ത് കാണിച്ചു തന്നാലേ ഞങ്ങൾ വിശ്വാസികളാകൂ. അപ്പം ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് ആഗ്രഹിച്ചു പോകും. ഇതൊക്കെ ഒന്ന് കാണിച്ചു വരും, മുഅ്മിനീങ്ങളായാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ മുഅ്മിനീങ്ങളും എന്ത് ചെയ്യും, ആഗ്രഹിച്ചു പോകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമാണ് ഈ മുഅ്ജിസാത്തുകളൊന്നും തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയില്ല എന്നുള്ളത്. അതിനുള്ള കാരണം ഈ സൂറത്തിൻ്റെ തന്നെ ലാസ്റ്റ് സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കാരണം അല്ലാഹു അവൻ്റെ മുഅ്ജിസാത്തുകൾ കാണിച്ചു കൊടുത്ത്
ലാസ്റ്റ് അവർ വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ അവർ കൗമിന് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നടപടിയാണ്. പക്ഷെ അള്ളാഹു ഈ മക്ക മുശ്രിക്കീങ്ങൾ അങ്ങനെ ഒന്നടങ്കം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ചോദിച്ച ഓരോരോ മോജിസാത്തുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കാത്തത്. അപ്പോൾ ഇനി കാണിച്ചു കൊടുത്താൽ തന്നെ ഇവർ വിശ്വാസികളാകില്ല. എത്ര കണ്ട് മോജിസാത്തുകൾ കാണിച്ചു കൊടുത്താലും ഇവർ വിശ്വാസികളാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും ഇതിൽ ഉണർന്നു. അതുപോലെ തന്നെ അവരാവശ്യപ്പെട്ട മറ്റൊരു വിഷയമാണ് ഈ ഖുർആൻ എന്തിനാണ് അറബിയിൽ ഇറങ്ങിയത്, മറ്റൊരു ഭാഷയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചു പോയനെ. കാരണം ആൾക്കാർ വന്നിട്ട് പറയും മുഹമ്മദിന് അറബി അറിയാഞ്ഞിട്ട് പോലും വേറൊരു ഭാഷയിലാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഭാഷയിൽ അറബി അറിയാത്ത പ്രവാചകൻ എന്താ മറ്റൊരു ഭാഷയിൽ ഖുർആൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയതിനെ താങ്കൾ യഥാർത്ഥ പ്രവാചകനാണ് എന്ന്. പക്ഷേ അപ്പോഴും അവർ അറബി ഭാഷയിൽ അല്ലാതെ വേറൊരു ഭാഷയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എന്നതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അതെങ്ങനെ സംഭവിക്കും? പ്രവാചകൻ അറബി, ആ സമുദായം അറബി. അതുകൊണ്ട് ഹുക്കുമൻ അറബിയൻ, അറബിയിലുള്ള നിയമങ്ങളാണ് തീർച്ചയായിട്ടും നാം നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്ന അറബി ഭാഷയിലായിട്ടാണ്. ഇനിയും അവരുടെ താല്പര്യം അനുസരിച്ച് താങ്കൾ അവരുടെ ഇതനുസരിച്ച് പിൻപറ്റി പോവുകയാണ് എങ്കിൽ പിന്നെ അള്ളാഹുവിൽ നിന്ന് താങ്കൾക്ക് യാതൊരു സംരക്ഷകനും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് നാം ഇത് അറബികളിലേക്കാണ് താങ്കളെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾക്ക് ഈ ഭാഷയിൽ തന്നെയാണ് ഇറങ്ങേണ്ടത്. ഇനി അതല്ല വേറൊരു അനർബി ഭാഷയാണെങ്കിൽ വീണ്ടും ഇവർ ചോദ്യം ഉന്നയിക്കും, ഞങ്ങൾ അറബികളായ ഞങ്ങൾക്ക് എന്തിനാ ഈ അനർബി ഭാഷയിൽ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഇവർ ഒരു കാരണവശാലും ഈ മോജിസാത്തുകൾ ചോദിക്കുന്നത് താങ്കൾ ഹക്കായ പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയൊന്നുമല്ല, മറിച്ച് പിടിവാശിയുടെ പുറത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അന്ത്യം അത് വളരെ മോശമാണ്. നരകത്തിലെ കാലാകാലത്തെ ശിക്ഷയാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത്. എന്നാൽ അള്ളാഹുവിനെ ഭയന്ന് മുത്തഖീങ്ങളായ ആൾക്കാർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സ്വർഗവും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. സൂറ ഇബ്രാഹിം മക്കി സൂറത്താണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന വിഷയം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസകാര്യങ്ങൾ. അപ്പോൾ അത് നിഷേധിക്കാനുണ്ടാകുന്നതിൻ്റെ അനന്തരഫലങ്ങൾ. കാരണം അറബ് മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഷിർക്കിലും ഈ പറയപ്പെട്ട ഇരുളിലുമായി കഴിഞ്ഞുകൂടിയിരുന്നവരാണ്. അപ്പോൾ അവരെ ഉണർത്തുകയാണ്. പിന്നെ ഇബ്രാഹിം നബി അവർ അംഗീകരിച്ചിരുന്നത് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷിർക്കിനെ ശക്തമായി എതിർത്ത ആളാണെന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയും ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സൂറത്തിന് സൂറത്തെ ഇബ്രാഹിം എന്ന് പറയുന്നു. സൂറത്തിൻ്റെ തുടക്കം ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം ജനങ്ങളെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന ആ ലക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. എന്നാൽ സത്യനിഷേധികൾ എപ്പോഴും ഈ ഖുർആനകത്ത് എന്തെങ്കിലും പിഴവുകളുണ്ടോ എന്ന് യബ്ഗൂനഹ ഇവജ, അതിനകത്ത് വളവ് തിരിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തേടി നടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഹക്ക് ഉൾക്കൊള്ളണം എന്ന് യാതൊരു രീതിയിലും താല്പര്യമില്ല. മറിച്ച് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ പ്രശ്നമുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് നമുക്ക് വിമർശിക്കാം. ഇതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അപ്പോൾ അവർ ഖുർആനെ കാണുന്നത് തന്നെ കുഴപ്പങ്ങൾ എവിടെ എന്ന് തേടി പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞത് വയസുദ്ദൂന അൻ സബീലില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടുക്കുകയും വയബ്ഗൂനഹ ഇവജ, അതുപോലെ തന്നെ ഇതിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, എന്തെങ്കിലുമൊക്കെ തെറ്റ് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. ഇനി അതിനുശേഷം പ്രവാചകന്മാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ വിഷയം പറയുന്നുണ്ട്. ഈ പ്രവാചകന്മാർ അവരുടെ സമുദായവും തമ്മിൽ നടന്ന സംവാദങ്ങളാണ് ശേഷമുള്ള സൂറത്ത് ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആ സമുദായം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പ്രവാചകന്മാർ എന്ത് ചെയ്തു? സംവദിച്ചു. നിങ്ങൾക്ക് അഫില്ലാഹി ഷക്കുൻ ഫാത്തിരിസ് സമാവാത്ത്, ആകാശഭൂമികളെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഈ അത്ഭുത പ്രതിഭാസങ്ങളെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമാണോ? ചിലർ പറഞ്ഞു മനുഷ്യൻ എങ്ങനെ റസൂലാകാൻ പറ്റും? അപ്പോൾ അതിന് മറുപടി. ഇപ്പോൾ ചിലർ പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാരെന്താണോ കണ്ടു വന്നത്, അവർ ചെയ്തു വന്നത്, അതാണ് ഞങ്ങളും ചെയ്യുന്നത്, അതിനെ ഞങ്ങൾ ഫോളോ ചെയ്യുകയാണ്. ചിലരാണെങ്കിൽ മോജിസാത്തുകൾ ചോദിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ 10ാമത്തെ ആയത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ട്. തുരീദൂന തസുദ്ദൂന അമ്മാക്കാന യാബുദു ആബാവുന, ഞങ്ങളുടെ
പിതാക്കന്മാർ ചെയ്തത് വന്ന് തടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണോ? അതുപോലെ തന്നെ ഫഅ്തൂനാ ബി സുൽത്താനിൻ മുബീൻ, എന്തെങ്കിലുമൊക്കെ മോജിസാത്തുകൾ കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രവാചകന്മാരോട് ഇങ്ങനെ വിയോജിപ്പ് കാണിക്കുകയും പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്നതിന് വിസമ്മതിക്കുകയും ചെയ്തതാണ് ശേഷമുള്ള ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇപ്പോൾ പ്രവാചകന്മാർ അവർക്ക് കൊടുത്ത മറുപടി എന്താണ്? ഖാലത്തു ലഹും റുസുലുഹും, ആ പ്രവാചകന്മാർ അവരോട് പറഞ്ഞത് ഞങ്ങളൊരു മനുഷ്യർ മാത്രമാണ് നിങ്ങളെപ്പോലുള്ള. പക്ഷേ അള്ളാഹു ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വഹി നൽകിയിട്ടുണ്ട്. അള്ളാഹു അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്ന മോജിസത്തുകൾ കാണിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ കൺട്രോളിലുള്ള കാര്യമല്ല. ഒമാ കാന ലനാ അൻ നഅതിയകും ബി സുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഞങ്ങളുടെ യഥേഷ്ടം ഞങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ച് നിങ്ങൾ പറയുന്ന മോജിസാത്തുകൾ കൊണ്ടുതന്നെ കാണിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല എന്ന് പ്രവാചകന്മാർ അവരോട് കൃത്യമായ മറുപടിയാണ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ശേഷം വീണ്ടും ഇവരുടെ വഴികേടുകളാണ്, ഇവർ ഓരോരോ കാര്യങ്ങളുടെ നന്ദികേടുകൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതിന് പകരമായി ഓരോ സന്ദർഭങ്ങളിലും നന്ദികേടുകൾ കാണിക്കുന്നതിനെക്കുറിച്ചും അതിന് അവർക്ക് നാളെ കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുമാണ് പിന്നെ പ്രതിപാദിക്കുന്നത്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ കലിമത്ത് തയ്യിബയെ ഒരു മരത്തിനോട് ഉപമിക്കുകയാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നത് ഈന്തമരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേര് നല്ലതുപോലെ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതാണ്. എത്ര കാറ്റടിച്ചാലും അത് എന്ത് ചെയ്യില്ല? പിഴുത് വീഴൂല. അതുപോലെയാണ് ഒരു മുഅ്മിൻ്റെ അവസ്ഥയും. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവൻ തളരില്ല. കാരണം അതിൻ്റെ വേര് എന്ന് വെച്ചാൽ ഈമാൻ്റെ വേര് ഉറച്ചു നിൽക്കുന്നത് കൊണ്ട്. മാത്രമല്ല അതിൻ്റെ ശിഖരങ്ങളൊക്കെ മുകൾ ഭാഗത്താണ്. സാധാരണ മരങ്ങളുടെ ശിഖരങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭൂമിയോടൊക്കെ ചേർന്ന് നിൽക്കും. ഇതങ്ങനെയല്ല. ഇവിടെ ശിഖരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മടലുകളാണ്. ആ മടലുകളെല്ലാം അത് നമുക്ക് പന്തലിച്ച് നിൽക്കുന്നത് കാണുന്നത് മുകൾ ഭാഗത്തായിരിക്കും. എന്നതുപോലെ ഈ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഉയർച്ചയിലായിരിക്കും. എന്നാൽ ഖബീസായ മോശമായ വാക്ക് കലിമത്തുകളുടെ ഉദാഹരണത്തെ അള്ളാഹു മോശമായ വാക്കുകളുടെ ഉപമിക്കുന്നത്, കുഫ്രിൻ്റെ വാക്കുകളെ, കുഫ്രിൻ്റെ വചനങ്ങളെ അള്ളാഹു ഉപമിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ കിളിച്ചു നിൽക്കുന്ന കാട്ടുചെടികളെപ്പോലെയാണ്. കാട്ടുചെടികളാണ്. ചെറിയ ഒരു കാറ്റടിച്ചാൽ തന്നെ, കാരണം അതിൻ്റെ വേര് താഴേക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മൾക്ക് ചില കാട്ടുചെടികളുണ്ടാവും, ചില ബിൽഡിങ്ങിലൊക്കെ കിളിച്ച് നിൽക്കുന്ന കാണാം. ചുമ്മാ ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ തന്നെ അത് ഇനി കയ്യിൽ നിന്ന് വരും. എന്നതുപോലെ ചെറിയൊരു കാറ്റടിച്ചാൽ തന്നെ അത് വീഴും. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് നിലനിൽപ്പില്ല. പക്ഷേ കലിമത്തു തയ്യിബയ്ക്ക്, പരിശുദ്ധമായ കലിമത്തു തയ്യിബയ്ക്ക് നിലനിൽപ്പുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് പറയുന്നു. ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്. അദ്ദേഹം ദുആ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പരമ്പരയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അദ്ദേഹം മക്കയിൽ കഅബത്തുള്ളാഹയുടെ നിർമ്മാണവും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ചേർന്നുകൊണ്ട്, കാരണം നമുക്കറിയാം കഅബത്തുള്ളാഹിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ മകനെയും ഭാര്യയും ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ആരും തന്നെ അവിടെ ഇല്ല, ഒരു മനുഷ്യനുമില്ല. ലാസ്റ്റ് ഇവിടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ ഇത് മുഅ്ജിസത്ത് ലാഹിറാകുകയാണ്. അവിടെ നിന്ന് വെള്ളം വരികയാണ്, സംസം വെള്ളം പൊട്ടി ഒഴുകുകയാണ്. ഇതിന് ശേഷമാണ് ജുർഹും ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ ഈ ഇതുവഴി വരികയും ഇവരുടെ അനുവാദത്തോടുകൂടെ അവിടെ താമസമാക്കുകയും ചെയ്യും. അങ്ങനെയാണ് മക്ക ആൾത്താമസമുള്ള പ്രദേശമാകുന്നത്. അപ്പോൾ ആ ആൾത്താമസമുള്ള പ്രദേശം മക്ക പിന്നെയാണ് ആകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ദുആ ചെയ്യുകയാണ് കഅബത്തുള്ളാഹയുടെ നിർമ്മാണം. ആ നിർമ്മാണത്തിന് ശേഷം തൻ്റെ കുടുംബത്തിന് വേണ്ടി, അതുപോലെ തന്നെ ആ നാട്ടിന് വേണ്ടി, ആ നാട്ടിൽ എല്ലാ അർത്ഥത്തിലുള്ള സൗഭാഗ്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി, എല്ലാ അർത്ഥത്തിലുള്ള എല്ലാ ഫലങ്ങളും ആ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരാൻ വേണ്ടി ആ നാടിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. ആ ദുആ അല്ലാഹു സ്വീകരിച്ചത് കാരണമാണ് ഇന്ന് മക്ക ഇപ്പോഴും വളരെ എല്ലാ അർത്ഥത്തിലും എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു നാടായി ആ മക്ക ഇന്നും നിലനിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.